എല്ലാവരെയും കൊണ്ട് ചുമയിരുന്നപ്പം എന്നാൽ ശരി എവിടെയെങ്കിലേക്കും വിട്ടേക്കാന്ന് കരുതി. അങ്ങനെ ഏറ്റവും ദൂരം കുറവുള്ള സ്ഥലം, അതായത് ഫെലിക്സ് ഡ്യൂട്ടി ആയിരുന്നു അന്ന്, അപ്പം ഏറ്റവും ദൂരവും കുറവുള്ള സ്ഥലമായിട്ട് ഞങ്ങൾ ഗിൽഫോർഡ് തിരഞ്ഞെടുത്തു. ഗിൽഫോർഡിലൊരു മ്യൂസിയം ഉണ്ടത്രേ, എന്നാൽ ഒന്ന് പോയി കണ്ടേക്കാം. മ്യൂസിയം ഫ്രീ ആണ്, നമുക്കവിടെ പോവാം. അത് ടൗൺ സെൻറ്ററിൻ്റെ അടുത്താണ്. ഫുഡ് അടിക്കാം, അങ്ങനെ ഒരു ദിവസം എൻജോയ് ചെയ്യാം. ഞങ്ങളങ്ങനെ കയറി പോവുകയാണ്. മ്യൂസിയത്തിനകത്ത് കയറിയപ്പോൾ തന്നെ ഞങ്ങളൊരു സ്ത്രീനെ അവിടെ അടക്കിയിരിക്കുന്ന വിധമാണ് കാണിച്ചത്. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ഒരു അടക്ക്, എന്തൊക്കെ സാധനങ്ങൾ അവരുടെ കല്ലറയിൽ വെക്കും, അതൊക്കെയാണ് കാണിച്ചു തരുന്നത്. പിന്നെ പല സംഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാം എന്തൊക്കെയാണ് അതിനകത്തുള്ളത്. ഇത് വായിച്ച എന്നാ എഴുതിയേക്കുന്നത്? 18ാം സെഞ്ചുറിയിലുള്ളത്. ഇത് 1860കളിലെ സൈക്കിളാണ്. 69 കാലഘട്ട സൈക്കിൾ. 1769 സൈക്കിൾ പോലെ ഉണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയല്ലാതെ ഇത് ചവിട്ടത്ര അല്ല, ഇങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ ചവിട്ടിക്കൊണ്ടിരുന്നത്. എന്ത് കഷ്ടപ്പെട്ടവർ ചവിട്ടിക്കൊണ്ടിരുന്നതെന്ന് ആലോചിക്കുക. ചിലപ്പോൾ ബാലൻസ് ഒക്കെ ചെയ്യാൻ ഇത്രയും വേണമായിരിക്കും. സംഭവം ഇവിടെ ഇത് ഫ്രണ്ടില് അതെ, അതല്ല ഞാൻ അവരൊക്കെ മുകളിലേക്ക് ഇരിക്കുന്നേ. ഇതുപോലത്തെ ഈ കുഞ്ഞു ഷൂസുകളാണ്. ബെഡേൽ കിടത്താൻ പാടില്ലെന്നല്ലേ ഇവിടുത്തെ നിയമം. അതെല്ലാം ഹാൻഡ് എംബ്രോയിഡറി ആയിരിക്കും. എത്ര കഷ്ടപ്പെട്ട അത് കുഴൽ ഊതണത് ഒരു ഇൻസ്ട്രുമെന്റ്. നല്ല രസം. അതിന്റെ പേരുണ്ട് ഇവിടെ. ആ സെയിം സാധനം, സെയിമിന്റെ ഒരു ഇതാണ്. ഞാനത് ചിന്തിച്ചു. കൊച്ചു കുട്ടികളുടെ ഉടുപ്പാണ്, ഒട്ടും മണ്ണുമില്ല. ബേബി ക്ലോത്ത്സ്. എത്ര വർഷം മുമ്പുള്ള നഷ്ടം. അച്ഛന്മാരുടെ ആണ് സാധനമല്ലേ. അങ്ങനെ അതും തുന്നി വെച്ചേക്കണായിരിക്കുമല്ലോ. തൊപ്പി. ഓ, ആദ്യം കയറ്റിയ മൃഗങ്ങള്. ഐ സി. ഇതും കൂടെ കണ്ടോ? അയ്യോ, ഇതൊരു ഫോട്ടോ എടുക്കണ്ട. കുട്ടിച്ചേ ദൈവമേ, ഞാനിവിടെ ഫോണിന് വേണ്ടിയുള്ള ബഹളായിരുന്നു. നീ ഇങ്ങോട്ട് ഇരിക്കണ്ടേ? പോലെ വന്നാൽ എന്തുകൊണ്ടാവും? തുറക്കാതെ എങ്ങനെ അറിയാൻ പറ്റും? Mami, har sånn kandor. Hadde gårdene. Mami, hva det er? അവരെന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതൊക്കെ വെട്ടിയിട്ട്. എന്തും ബ്ലണ്ട് ആയിട്ടുള്ള അറ്റങ്ങളാ. മനസ്സായിരിക്കും. ഹിസ്റ്ററി നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
നമ്മുടെ ഹിസ്റ്ററീനെ നമ്മൾ മെയിനായിട്ട് 3 ഏജായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത്. അപ്പം സ്റ്റോൺ ഏജിൽ പെടുന്നതാണ് പലൈലോത്തിക് ആൻഡ് മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക്. ഈ 3 ടൈമുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന് എത്ര വർഷങ്ങൾക്ക് മുന്നായിരുന്നു ഈ 3 കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നതെന്ന്. അന്ന് മൊത്തം ഇവരുടെ ആയുധങ്ങൾ ഈ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ഈ സ്റ്റോൺസിൻ്റെ പല പല രൂപങ്ങളായിരുന്നു. ഇത് കണ്ടോ, ഈ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബ്ലണ്ടാണ്, കുറച്ചും കൂടെ വലിപ്പം കൂടുതലുണ്ട്. അവർ എന്താ സെലക്ട് ചെയ്ത് എടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ എന്ത് വേണം ഏത് വേണം എന്നൊക്കെ ഉള്ളത്. അല്ലാണ്ട് അവർക്കത് പ്രത്യേകിച്ച് അവരുടെ മഴുവിൻ്റെ രൂപങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അതൊക്കെ വെച്ചിട്ട് അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മൃഗങ്ങളെ അറക്കവും ഇതൊക്കെ ചെയ്തു.